ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാൾ പെയിൻറ് ചെയ്തതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ഫോട്ടോ കാണിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ നിൽക്കുന്ന കൂട്ടിയാണ്ട് തൊട്ട് ബാക്കിൽ വരുന്ന ആ വാളിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് വാൾ പെയിൻറ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഫോട്ടോസൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആദ്യം ജസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഫ്രെയിം അടിച്ച് അതിൽ ഒരു 3 സ്പോട്ട് ലൈറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഈ ഫ്രെയിം ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ വയറ് വലിക്കുന്നതൊക്കെ പുറത്തു കൂടെ കാണുമായിരുന്നു. അപ്പോൾ അത് കാണാത്ത രീതിയിൽ ഹൈഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഈ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ബർത്ത്ഡേസൊക്കെ വരുമ്പം ഇതിൻ്റെ ഉള്ളിലാണ് ബാനറൊക്കെ ഒട്ടിക്കാറ്. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കാണിക്കുന്നത് കേട്ടോ. അവൻ്റെ 7th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തപ്പം ഇതുപോലെ ഒരു ബാനർ ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വാളിലാണ് നിൽക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ മെയിൻ ഡോർ തുറന്നു വരുമ്പം ലിവിങ് റൂമിൽ നിന്ന് നേരെ നോക്കുന്നത് ഈ ഒരു വാളിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ മൊത്തം വീടിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഒരു വാളാണ്. ഈ ഒരു വാളിൽ വരുന്ന എന്ത് വർക്കാണോ വരുന്നത് അതായിരിക്കും ആ ഒരു ഇതിൻ്റെ വീടിൻ്റെ ഭംഗി നിശ്ചയിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അതിൽ നല്ല ക്യൂരിയോസ് വെച്ചിട്ട് സ്പോട്ട് ലൈറ്റ് ഇടാനോ അതല്ല എന്തെങ്കിലും ഒരു ആർട്ട് വർക്ക് ചെയ്യണോ എന്നൊക്കെ ആലോചിച്ചതിന് ശേഷം നമ്മൾ മ്യൂറൽ പെയിൻറ് ചെയ്യാന്നുള്ളൊരു ഡിസിഷനിലെത്താണ് ചെയ്തത്. അപ്പം അത് അങ്ങനെ ഒരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിന് മുന്നേ ഞങ്ങൾ അത് പ്ലെയിനായിട്ട് ഇടണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അതിൽ ഒരു വാൾ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് ചെയ്തത്. എനിക്കൊരു ബുദ്ധൻ്റെ ഒരു പിക്ചറാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് അതിലൊരു ആമസോണിൽ നിന്ന് 700 or 800 സംതിങ് റേഞ്ചിൽ വരുന്ന ഒരു ബുദ്ധൻ്റെ വാൾ സ്റ്റിക്കറാണ് വെച്ചത്. അതിൻ്റെ അടിയിൽ ഒരു ക്വാർട്സ് കൂടെ വരുന്നുണ്ട്. ഇതെല്ലാം ഒരു സെറ്റായിട്ടാണ് വരുന്നത് കേട്ടോ. അതിലൊരു ട്രീയും വരുന്നുണ്ട്. ഇതിൻ്റെ ഈ ലീഫുകളൊക്കെ നമുക്ക് സെപ്പറേറ്റ് പീസായിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ നമ്മളത് സ്റ്റിക്ക് ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് വാള് ആദ്യം ഉണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പം ഈ ഒരു വാളിൽ എന്തെങ്കിലും ഒരു മ്യൂറൽ പെയിൻറ് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു. ആളെ കിട്ടാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഇങ്ങനത്തെ വർക്ക് ചെയ്യുന്ന ആരാണെന്നുള്ളതും നമുക്കറിയില്ലായിരുന്നില്ല. ആ ഒരു നമ്മളുടെ ഒരു ലൊക്കാലിറ്റിയിൽ ആരെ ചെയ്യുന്നതെന്നൊന്നും അറിയില്ലായിരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ പെയിൻറ്റിങ്ങിന് വന്നിരുന്ന ഒരു ചേട്ടനാണ് ഇങ്ങനൊരു ഡ്രോയിങ്ങും ഇതുപോലത്തെ വർക്കൊക്കെ ചെയ്യുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞ് പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു ചെറിയൊരു ഫൗണ്ടൻ വർക്കും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് ആ ഫൗണ്ടൻ വർക്കും പ്ലസ് ഈ ഒരു വാളിൽ ഒരു പെയിൻറ്റിങ്ങും കൂടെ ചെയ്തു തന്നു കേട്ടോ. അപ്പം അപ്പം ഞങ്ങൾ ഏത് പെയിൻറ്റിങ് ചെയ്യണമെന്ന് ആലോചിച്ചപ്പം മ്യൂറൽ പെയിൻറ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതിപ്പം കുറച്ചൊരു ഓറഞ്ച് ഫിനിഷിങ്ങിലൊക്കെ വരുന്ന പെയിൻറ്റിങ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി അട്രാക്ഷൻ കിട്ടും വാളിൽ എന്നൊക്കെ വിചാരിച്ച് ചെയ്തു. പക്ഷെ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം നമുക്ക് ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു പിക്ചറാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വാള് കംപ്ലീറ്റ് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ, അതായത് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഫ്രെയിം ചെയ്ത ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വർക്ക് അവിടെ വെച്ചിരിക്കുന്നു എന്നേ തോന്നാൻ പാടുള്ളൂ. അങ്ങനെ തോന്നുന്ന രീതിയിൽ കംപ്ലീറ്റ് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു പെയിൻറ്റിങ് ഇതിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കാനാണ് നമ്മൾ നോക്കിയത് കേട്ടോ. അപ്പം അതിന് മുന്നത്തെ ഒക്കെ ചെയ്തിരുന്നതാണ് ജസ്റ്റ് ഒരു ഫോട്ടോയിൽ ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് പെയിൻറ്റിങ് ചെയ്ത ആ ഒരു പ്രോസസ്സ് ഒന്ന് കാണാം. നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതൊന്ന് കാണാം കേട്ടോ. കുഴപ്പമില്ലാതെ ചെയ്തെന്നു തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ആദ്യമൊക്കെ കുറേശ്ശെ ചെറിയ മിസ്റ്റേക്സ് അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് ആയപ്പോഴത്തേനും അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടി കേട്ടോ. അപ്പം ഇങ്ങനെ ഈ ഒരു ചേട്ടനാണ് നമുക്ക് ഒരു പെയിൻറ്റിങ് ചെയ്ത് തരാൻ പോകുന്നത്. അനിൽ എന്നാണ് പേര് ചേട്ടൻ്റെ. അപ്പം ആൾ ജസ്റ്റ് ഒന്ന് പെൻസിൽ വെച്ചിട്ട് ഔട്ട്ലൈൻ ഇടുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പിക്ചർ ആൾക്കൊരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കളർ പ്രിൻ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ആ ഒരു ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ എവിടെയാണ് വരണതെന്നുള്ളത് കറക്റ്റ് നോക്കിയിട്ട് വരയ്ക്കാമല്ലോ.
അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബ്ലോക്സ് ഒക്കെ വരച്ച് അതിൻ്റെ ഉള്ളിൽ ശരിക്കും ആ ഒരു മെഷർമെൻ്റ് ഒക്കെ എടുത്ത് തന്നെയാണ് ആൾ വരച്ചത് കേട്ടോ. അതൊരു പെൻസിൽ ഡ്രോയിങ് വരച്ചു, ഔട്ട്ലൈൻ വരച്ചു. അതിനുശേഷം ആളുടെ ഒരു സജഷൻ ആയിരുന്നു ഒരു എംപോസ് എഫക്റ്റ് കൊണ്ടുവരാം എന്നുള്ളത്, ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാം എന്നുള്ളത് ആളുടെ ഒരു സജഷൻ ആയിരുന്നു. നമുക്കും അങ്ങനെ ചെയ്താലോ, അങ്ങനത്തെ കുറേ പിക്ചേഴ്സും വീഡിയോസൊക്കെ നമ്മൾ പല വീടുകളിലും കണ്ടിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ. അപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് എത്ര കോസ്റ്റ്, നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ബഡ്ജറ്റിൽ നിൽക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ആള് ആ ഒരു നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റേറ്റിൽ തന്നെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെൻസിൽ ഡ്രോയിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സജഷനായിരുന്നു ബുദ്ധ വരയ്ക്കുക എന്നുള്ളത്. നിതീഷ് ചേട്ടനൊരു കൃഷ്ണനും രാധയും ആയിട്ടുള്ള ഒരു പിക്ചർ വരയ്ക്കുക എന്നായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, ബുദ്ധ തന്നെ വരയ്ക്കാം. അപ്പം വീടിൻ്റെ പുറത്തും അകത്തും ഒക്കെ ബുദ്ധൻ തന്നെയാണ്, ബുദ്ധാസാണ് ഫുൾ. ബുദ്ധ സ്റ്റാച്യൂസും പെയിൻറ്റിങ്ങും ഫോട്ടോ ഫ്രെയിമും ഒക്കെ തന്നെയാണ്. അതെനിക്ക് കുറച്ചും കൂടിയും അതിൽ വരുന്ന കളേഴ്സിനോടാണ് കൂടുതൽ ഇഷ്ടം, ആ പെയിൻറ്റിങ്ങിൽ വരുന്ന കളേഴ്സിനോടാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെയാണ് ഈ ഒരു കളറിലേക്ക് ബുദ്ധൻ്റെ തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു ഹംബ് എഫക്റ്റ്, ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു എഫക്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പെയിൻറ്റ് ചെയ്ത ഒരു ബോളാണിത്. അപ്പോൾ ഇതിലോട്ട് വൈറ്റ് സിമെൻറ്റ് ഡയറക്റ്റ് പിടിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈൽ ഒട്ടിക്കുന്നൊക്കെ ഒരു ഗം വെച്ചിട്ടാണ് തോന്നുന്നു ഇയാൾ ആദ്യം ഇത് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്, ആ ഷേപ്പിലോട്ട് കൊണ്ടുവരുന്നത്. മൊത്തം ഫേസിനെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് അതിൽ വൈറ്റ് സിമെൻറ്റ്. അപ്പം 3-4-5 ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഒറ്റ സ്ട്രെസ്സിൽ വരയ്ക്കാൻ പറ്റില്ല, കാരണം ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അത് ഉണങ്ങി വേണം അടുത്തത് മുകളിലോട്ട് നമുക്ക് ചെയ്തു വരാനായിട്ട്. അപ്പം ആദ്യത്തെ ഒരു വർക്ക് കഴിഞ്ഞു, അത് ഉണങ്ങി. പിറ്റേ ദിവസം വൈറ്റ് സിമെൻറ്റാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ചെയ്തപ്പം എനിക്ക് ചുണ്ടിൻ്റെ അവിടുത്തെ ഒരു ഫിനിഷിങ് പോയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് ആകുമ്പോഴത്തേനും അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈറ്റ് സിമെൻ്റ് ഒക്കെ വെച്ച് ചെയ്ത് അതിനുശേഷം ഇതിലൊരു നമുക്ക് സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് മിനുസാക്കി എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതിലോട്ടൊരു ഒരു ടെക്സ്ചർ എഫക്ട്സ് കൊണ്ടുവന്നിട്ട്, ടെക്സ്ചർ വർക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിലാണ് പെയിൻറ്റിങ് ചെയ്തത്. അങ്ങനെ തന്നെയാണ് ആ പിക്ചറിലും കാണിക്കുന്നത്, ഒരു ടെക്സ്ചർ എഫക്റ്റ് ഉണ്ട് അതിന്. അപ്പോൾ നമുക്കിങ്ങനെ ചീക്കൊക്കെ നല്ല തുടുത്ത് നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ആൾ വീഡിയോ എടുക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും, ലാസ്റ്റ് ഫിനിഷിങ് ലുക്ക് മാത്രം മതിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, ഇത് ലാസ്റ്റ് ആ പിക്ചറിലോട്ട് എത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് തന്നെ കേട്ടോ. അപ്പോൾ കവിള് കംപ്ലീറ്റ് നമുക്കിങ്ങനെ ശരിക്കും ഒരു ഫേസ് നിൽക്കുന്ന പോലെയാണ് ഇപ്പോൾ ചെയ്ത് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പം വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്തു, നന്നായി ഉണങ്ങി, അത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം ചുണ്ടിൻ്റെ ഭാഗത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് സാൻഡ് പേപ്പറൊക്കെ വെച്ച് ഉരച്ച് ഒരു ചുണ്ട് വേറെ ഷേപ്പിലോട്ട് പോയ പോലെ തോന്നി. അപ്പം എക്സ്ട്രാ വൈറ്റ് സിമെൻ്റൊക്കെ വെച്ച് അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാൻഡ് പേപ്പർ വെച്ച് ഉരയ്ക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ വീട് മൊത്തം വൈറ്റ് ലെയറായിരുന്നു. അവിടെ വെച്ചിരിക്കുന്ന ചെടികളും ഫ്ലോറിലും എല്ലാ സാധനങ്ങളിലും വൈറ്റ് പൗഡറായിരുന്നു കേട്ടോ.
ഇപ്പം ഡാർക്കായിട്ട് വരുന്ന ഷെയ്ഡിങ് വരുന്ന ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ഡാർക്കായിട്ട് കളർ ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ചെറിയൊരു ടെക്സ്ചർ ഫിനിഷിങ് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറുതായിട്ടൊരു ടെക്സ്ചർ എഫക്റ്റും കൂടെ വന്നിട്ടുണ്ട്. അത് ആ പ്രിന്റിൽ അങ്ങനെ തന്നെയാണുള്ളത്. ടെക്സ്ചർ പോലെ വന്നിട്ട് അതിലോട്ടാണ് ആ പെയിൻറ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പം അത് പെയിൻറ്റിങ്ങിൻ്റെ പല സെക്ഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പം ഇങ്ങനെ കണ്ടാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ ഇതൊരു ഷെയ്ഡിങ്ങും ബ്ലെൻഡിങ്ങും ഒക്കെ കറക്റ്റ് ആകുമ്പോഴാണ് ഒരു ഭംഗിയിലേക്ക് വരുന്നത്. കണ്ണിൻ്റെ അതുപോലെ കണ്ണിലും ചെറിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് അത് കറക്റ്റ് ചെയ്തു കേട്ടോ. അപ്പം മോളൊക്കെ നന്നായിട്ട് പെയിൻറ് ചെയ്യുന്നതാണ്. അവൾക്ക് പെയിൻറ്റിങ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പെൻസിൽ ഡ്രോയിങ് ആയിരുന്നു ചെയ്തിരുന്നത് ചെറുപ്പത്തിലൊക്കെ. ഇപ്പോൾ ഒന്നും ഒട്ടും ടച്ച് ചെയ്യില്ല. മക്കൾ ചെറിയ കുട്ടിയായിരുന്നപ്പം ഒക്കെ ഞാൻ ചെയ്തിരുന്നു. ചെറുതായിട്ടൊക്കെ പെൻസിൽ ഡ്രോയിങ് ചെയ്തിരുന്നു. പഠിക്കുന്ന കാലത്തൊക്കെ പെൻസിൽ ഡ്രോയിങ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മോള് നന്നായിട്ട് പെയിൻറ് ചെയ്യും. അടിപൊളിയായിട്ട് യൂട്യൂബ് നോക്കി പഠിച്ച് നന്നായിട്ട് പെയിൻറ് ചെയ്യുന്നുണ്ട് അവൾ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താവും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കറക്റ്റ് ആവുമല്ലേ, കാരണം മൊത്തം പോളിൻ്റെ ആ ഒരു വീടിൻ്റെ ലുക്ക് വരുന്നത് ഈ ഒരു പോളിലേക്കാണ്. എന്താവും എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. ലാസ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫിനിഷിങ്ങിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കൊടുത്ത പിക്ചറിൽ ബുധൻ നോക്കുന്നത് രണ്ടാൾക്കാരെയാണ് നോക്കുന്നത്. ആ ആൾക്കാരെ നമ്മൾ മാറ്റിയിട്ട് അവിടെ കുറച്ച് ലോട്ടസാണ് വരച്ചിട്ടുള്ളത്. പിന്നെ ചെറിയൊരു ഷെയ്ഡിങ് കൂടെ ബാക്കി സൈഡിലൊക്കെ ഷെയ്ഡിങ് ആണ് വരുന്നത് കേട്ടോ. ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ ടോണിലാണ് ഈ ഒരു കംപ്ലീറ്റ് പിക്ചർ വരുന്നത്. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ബുദ്ധൻ്റെ ഫേസിൽ കുറച്ച് ലോട്ടസിൻ്റെ പെറ്റൽസ് വീണെടുക്കുന്ന രീതിയിൽ വരുന്നുണ്ടായിരുന്നു. അതൊക്കെ വരച്ചു. എനിക്ക് ലെഫ്റ്റ് സൈഡിലെ കണ്ണ് അതിൻ്റെ ഒരു ഷെയ്ഡിങ് കറക്റ്റ് ആയിട്ടില്ല എന്ന് തോന്നി. രണ്ട് ഐബോളും രണ്ട് സൈഡിലോട്ട് നോക്കുന്ന പോലെ തോന്നി കേട്ടോ. പിന്നെ സൈഡിലൊക്കെ ഇതുപോലെ ഷെയ്ഡ് ചെയ്തെടുത്തു. ഇപ്പോൾ ബുധൻ നോക്കുന്നത് ഇനി ലോട്ടസിലോട്ട് നോക്കുന്നു എന്നുള്ള രീതിയിൽ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ രണ്ടാൾക്കാരായിരുന്നു ലോട്ടസ് പിടിച്ച് രണ്ടാൾക്കാരായിരുന്നു നിന്നിരുന്നത്. ആ ആൾക്കാരെ നമ്മൾ മാറ്റി ഒരു ലോട്ടസ് മാത്രമായിട്ട് നിർത്തിയിട്ടോ. അപ്പം ഫേസിലത്തെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞു. അപ്പം ഈ താമരയുടെ അവിടെയുള്ള ആ ഒരു ബ്ലെൻഡിങ് കറക്റ്റായിട്ട് തോന്നിയില്ല. അപ്പോൾ പിറ്റേ ദിവസം തന്നെ വന്ന് ആളത് കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ശരിക്കും ആ ഒരു ബ്ലെൻഡ് ചെയ്തത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. രണ്ടും രണ്ട് ഒരു ഹോള് പോലെ ഇട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പിറ്റേ ദിവസം വന്ന് കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.